ജാൻസന്റെ വെടിക്കെട്ടിനും സൗത്ത് ആഫ്രിക്കൻ ടീമിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്ത്യ 11 റൺസിനാണ് കളി ജയിച്ചിരിക്കുന്നത്. മൂന്നാം T20യിൽ സൗത്ത് ആഫ്രിക്ക നാണം കെട്ടു. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ ജാൻസന്റെ വെടിക്കെട്ടിൽ സൗത്ത് ആഫ്രിക്ക വിജയപ്രതീക്ഷ നിലനിർത്തി. എന്നാൽ ഇന്ത്യ അവസാന ഓവറിൽ കളി തിരിച്ചുപിടിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഏഡൻ മാർക്രം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു നിമിഷം ഇന്ത്യൻ ആരാധകർ ഒന്ന് ഭയന്നിരുന്നു. കാരണം സൗത്ത് ആഫ്രിക്ക അതുപോലത്തെ ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. എങ്കിലും ഇന്ത്യ കളി തിരിച്ചു പിടിച്ചു. ഇന്ന് തോറ്റ ശേഷം സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കളി ജയിച്ചുവെന്ന് ഉറപ്പിച്ചതായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. മാർക്കോ ജാൻസന്റെ ബാറ്റിംഗ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അവനെ ഇത്രയും നന്നായിട്ട് കളിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ്റെ ഒപ്പം ആരെങ്കിലും സപ്പോർട്ട് ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ മാച്ച് ജയിക്കാമായിരുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ തെറ്റിച്ചത് തിലക് വർമ്മയുടെ ബാറ്റിംഗ് ആണ്. തിലകിനെ പുറത്താക്കിയെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഇത്രയും വലിയ ടാർഗറ്റ് എടുക്കില്ലായിരുന്നു. ജാൻസനെ ഫസ്റ്റ് അറിയിപ്പിച്ചത് സഞ്ജുവിൻ്റെ വിക്കറ്റ് നേടാനായിരുന്നു. അത് ഞങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു. എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് അടിപതറി. സഞ്ജുവിന് മാത്രമേ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ തിലക് വർമ്മ ഞങ്ങളുടെ പ്ലാനുകൾ തകരാറിലാക്കി. ഇതൊരു തോൽവിയായി ഞങ്ങൾ കാണുന്നില്ല. വിജയത്തിൻ്റെ വക്കുവരെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത മത്സരത്തിൽ തെറ്റുകൾ കണ്ടെത്തി ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് മാർക്രം വ്യക്തമാക്കി. ശരിക്കും ആരാധകർ നെഞ്ചിടുപോടെയാണ് ഇന്നത്തെ മാച്ച് കണ്ടത്. അവസാന ഓവർ വരെ കളി നീണ്ടു നിന്നു. മാർക്കോ ജാൻസന്റെ ബാറ്റിംഗ് ആണ് എല്ലാവരെയും ഞെട്ടിച്ചത്. പാണ്ഡ്യയുടെ ഓവറിൽ മാർക്കോ ജാൻസൺ മികച്ച റൺസാണ് സ്കോർ ചെയ്തത്. അതാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ വിജയപ്രതീക്ഷ കൈവരിച്ചത്. പാണ്ഡ്യയ്ക്ക് ഇങ്ങനെ തല്ലി കിട്ടുമെന്ന് ആരും കരുതിയില്ല. പിന്നീട് ഹർഷദീപ് സിംഗ് അവസാന ഓവർ തിരിച്ചു പിടിച്ചു. അങ്ങനെ ഇന്ത്യ മൂന്നാം T20 ജയിച്ചിരിക്കുകയാണ്. ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. 2-1 ഇന്ത്യ പരമ്പരയിൽ മുന്നിലാണ്. അപ്പോൾ നമുക്ക് നാലാമത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.